Hello friends, Electromagnetics in the പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. നമ്മൾ പ്രീവിയസ് ഇയർ സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇതിലെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ 410 നാനോകൂളം പോയിന്റ് ചാർജസ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ z is equal to 0 plane at the corners of a square 8 cm on a side. A fifth 10 nanocoulomb positive charge is located at a point 8 cm distant from each of the other charges. Calculate the magnitude of the total force on the fifth charge for epsilon is equal to epsilon 0. KTU ന്റെ ഡിസംബർ 2020 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളത് നമ്മളൊന്ന് നോക്കണം. വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്, പക്ഷേ ഇതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഒരു സെറ്റപ്പ് എങ്ങനെയാണ് എന്നുള്ളത് ഞാനൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനായിട്ട് കാണിക്കാം. അത് കണ്ടതിന് ശേഷം നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, സോ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ ഒരു 3D ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ഈ ആക്സിസ് എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്, ആൻഡ് ദിസ് വൺ ഈസ് സെഡ് ആക്സിസ്. സോ നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 410 നാനോകൂളം പോയിന്റ്സ് ആർ ലൊക്കേറ്റഡ് അറ്റ് z is equal to 0 പ്ലെയിൻ ആണ്. സോ z is equal to 0 പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലെയിൻ ആണ് നമ്മുടെ z is equal to 0 പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിലുള്ള ഏതൊരു പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിലും z-ന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഈ 4 പോയിന്റ്സുകൾ എന്തൊക്കെയാണെന്നാണ് കാണാൻ പോകുന്നത്. സോ നമ്മൾ ഇതുപോലെ കൺസിഡർ ചെയ്യാണ്. ഇതിലുള്ള ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ പോയിന്റാണ് കൺസിഡർ ചെയ്യുന്നത്. 4,4 എന്ന് പറയുന്ന വാല്യൂ, എക്സ് വാല്യൂ 4 ആണ്, വൈ വാല്യൂ 4 ആണ്. ആൻഡ് സിമിലർലി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ബി ആണ്, ദാറ്റ് ഇസ് -4,4,0 എന്ന് പറയുന്നത്. ആൻഡ് സി ആൻഡ് ഡി, ഇങ്ങനെ 4 പോയിന്റ്സ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇതിലെ ഓരോ പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ പോയിന്റ് എ ആൻഡ് ബി തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 8 സെന്റിമീറ്റേഴ്സ് ആണ്. ഇതിന്റെ ഹാഫ് എന്ന് പറയുന്നതാണ് 4. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മളിവിടെ ഇതിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമ്മളുടെ പോയിന്റ്സ് എന്ന് പറയുന്നത് ഇതുപോലെയാണ് നമുക്കുണ്ടാവുക. ഇതുപോലെ z is equal to 0 എന്ന് പറയുന്ന പ്ലെയിൻ ആണ്, ഓർ എക്സ് വൈ പ്ലെയിൻ എന്ന് പറയും. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഫിഫ്ത്ത് 10 നാനോകൂളം പോസിറ്റീവ് ചാർജ് ഇസ് ലൊക്കേറ്റഡ് അറ്റ് എ പോയിന്റ് 8 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് ഫ്രം ഈച്ച് ഓഫ് ദ അതർ ചാർജസ് എന്നാണ്. ഈ 4 ചാർജിൽ നിന്നും ഈക്വൽ ആയിട്ട് 8 സെന്റിമീറ്റർ വിട്ടിൽ ഒരു പോയിന്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. സോ ആ പോയിന്റ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഈ ഇതുപോലെയുള്ളൊരു പോയിന്റ് ആയിരിക്കും. നമ്മളിപ്പോൾ കാണിച്ചിട്ടുള്ള ഈ എന്ന് പറയുന്ന ഒരു പോയിന്റ് ആയിരിക്കും നമ്മളുടെ ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം എ ബി സി ഡി ആണ് വെച്ചിട്ടുള്ളത്. സോ ഇതിൽ ഞാൻ എ ആൻഡ് ഈ ഒരു റെഫറൻസ് പോയിന്റ് ഇ കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് ഈ ഒരു ഡിസ്റ്റൻസ് ഞാൻ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? എ ഇ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 8 സെന്റിമീറ്റർ. ഓക്കെ, ഈ എ ഇ എന്ന് പറയുന്നത് 8 ആയിരിക്കും. സോ ഈ എ എന്ന് പറയുന്ന പോയിന്റ് കാരണം ഈ ഇയിലുണ്ടാകുന്ന ഫോഴ്സ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുക. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഈ 4 പോയിന്റ് കാരണവും ഈ ഫിഫ്ത്ത് പോയിന്റ് ഇയിലുണ്ടാകുന്ന ടോട്ടൽ ഫോഴ്സ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഈ എ കാരണം ഇയിലുണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കൊളംബ്സ് ലോ യൂസ് ചെയ്ത് തന്നെ കണ്ടുപിടിക്കാം. സോ കൊളംബ്സ് ലോ യൂസ് ചെയ്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ ഇയുടെ കോർഡിനേറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കറിയണം. സോ ഇയുടെ കോർഡിനേറ്റ്സ് അറിയണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ ഒറിജിനിൽ നിന്ന് ഇവിടേക്കുള്ള ഹൈറ്റ് അറിയണം. നമ്മളുടെ ഈ ഇ എന്ന് പറയുന്ന വാല്യൂ z ആക്സിസിലായതുകൊണ്ട് z-ന് മാത്രമേ വാല്യൂ ഉണ്ടാവും, എക്സും വൈയും 0 ആയിരിക്കും അല്ലേ. സോ നമ്മളവിടെ എന്ത് ചെയ്യണം? ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യണം അല്ലേ. സോ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് ഈ ഒരു ഹൈറ്റ് കണ്ടു കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ഇ. എയുടെ കോർഡിനേറ്റ്സ് ഓൾറെഡി നമുക്കറിയാം, 4,4,0. ഞാൻ ഇയുടെ കോർഡിനേറ്റ്സ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഈ 2 പോയിന്റ്സ് വെച്ചിട്ട് ഈ ഒരു വെക്ടർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഈ ഒരു ലെങ്ത് എത്രയാണെന്ന് കാണണം. സോ ഈ ഒരു ലെങ്ത് നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു കൺസിഡർ അനദർ ട്രയാങ്കിൾ.
ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ, ലെങ്ത് കാണാൻ പറ്റുള്ളൂ. സോ ഈ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ദിസ് ഇസ് 4, ഓൾസോ ദിസ് ഇസ് 4. ഇത് രണ്ടും 4 ആണെങ്കിൽ ഇതെന്തായിരിക്കും, 4² + 4² ആയിരിക്കും ഈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്. സോ ഈ ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 4√2 ആയിരിക്കും നമുക്ക് കിട്ടുക. സോ ഈ ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കും, 8² - 4√2 ഹോൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 4√2. ഓക്കെ, സോ നമ്മളുടെ ഇയുടെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും, 0, 4√2 എന്നായിരിക്കും നമ്മളുടെ ഇയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു സെറ്റപ്പ്. ഈ സെറ്റപ്പ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പോൾ കണ്ട ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. സോ നമ്മൾ ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനകത്ത് നിന്ന് കണ്ടു നമ്മളുടെ ഇ എന്ന് പറയുന്ന പോയിന്റിലുള്ള കോർഡിനേറ്റ്സ് എന്തൊക്കെയാണ്, 0, 0, 4√2 ആണ്. ഓക്കെ, അതുപോലെ തന്നെ എയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടിരുന്നത് എന്തായിരുന്നു, 4, 4, 0 ആണ്. സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. നമ്മൾ കൊളുംസ് ലോ യൂസ് ചെയ്തിട്ടാണ് ഇത് സോൾവ് ചെയ്യുന്നത്. കൊളുംസ് ലോ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്, F = Q1 Q2. ഓക്കെ, Q1 ഇവിടെ നമുക്ക് രണ്ടും 10 നാനോ കൊളുംബ് ആയതുകൊണ്ട് Q1 Q2 എന്നുള്ളത് സെയിം ആവും. സോ Q² എന്ന് നമുക്ക് എഴുതാം, ഡിവൈഡഡ് ബൈ 4πε0 AR. ദിസ് ഇസ് എ യൂണിറ്റ് വെക്ടർ ആൻഡ് ഡിവൈഡഡ് ബൈ R² ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ കൊളുംസ് ലോ എന്ന് പറയുന്നത്. ഈ കൊളുംസ് ലോ യൂസ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് ക്യൂവിൻ്റെ വാല്യൂസ് നമുക്കറിയാം, 4πε0 എല്ലാം നമുക്കറിയാം. യൂണിറ്റ് വെക്ടർ AR കാണണം. ഇതിൽ ആറിൻ്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തന്നെ തന്നിട്ടുണ്ട്, 8 സെൻറ്റിമീറ്റർ ആണെന്ന്. സോ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നമ്മൾ ആകെ കാണേണ്ടത് എന്താണ്, ഈ യൂണിറ്റ് വെക്ടർ ആണ്. AR എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടർ ആണ് കാണേണ്ടത്. സോ യൂണിറ്റ് വെക്ടറിന്റെ റെപ്രസെൻറ്റേഷൻ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, നമുക്ക് ഈ ഇതിൻ്റെ ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മൾ കാണുക അല്ലേ. സോ നമ്മൾ അതിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാണ് വരിക, 0 - 4. സോ -4AX, ദെൻ y കോമ്പണൻസ് തമ്മിൽ മൈനസ് ചെയ്യുക, 0 - 4. സോ -4AY ആൻഡ് 4√2 - 0. സോ +4√2AZ. സോ യൂണിറ്റ് വെക്ടർ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, യൂണിറ്റ് വെക്ടറിന്റെ റെപ്രസെൻറ്റേഷൻ എന്താണ്, ദാറ്റ് വെക്ടർ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മോഡുലസ്. മോഡുലസ് ഓഫ് ആർ എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 8. സോ നമുക്ക് ARനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു -4AX - 4AY 4√2AZ ഡിവൈഡഡ് ബൈ 8 എന്ന് നമുക്ക് എഴുതാം ഇല്ലേ. സോ ഇതാണ് നമ്മളെ യൂണിറ്റ് വെക്ടറിന്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മളുടെ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് എന്താണ്, ഈക്വൽ ഡിസ്റ്റൻസിൽ 4 പോയിന്റ്സുകൾ വരുന്നുണ്ട് ഇല്ലേ. 4, 4, then -4, +4, then +4, -4, -4, -4. സോ ആ ഒരു രീതിയിൽ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ വരുന്നതുകൊണ്ട് തന്നെ XY കോമ്പണൻസുകളൊക്കെ ക്യാൻസൽ ആയി പോകും. ആകെ നമുക്ക് Z-ൻ്റെ കോമ്പണൻറ്റ് മാത്രമേ അവൈലബിൾ ആയിട്ട് വരുള്ളൂ. സോ ഇവിടുത്തെ യൂണിറ്റ് വെക്ടർ റെപ്രസെൻറ്റേഷനകത്ത് എക്സിൻ്റെ കോമ്പണൻസുകളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽ ആയി പോകും. കാരണം -Xൻ്റെ അതേ സ്ഥലത്ത് തന്നെ +Xന് നമുക്കൊരു വാല്യൂ ഉണ്ട്, അതുപോലെ തന്നെ +Yൻ്റെ അവിടെ തന്നെ -Yയുടെ ഒരു വാല്യൂ നേരെ ഓപ്പോസിറ്റും വരുന്നുണ്ട്. സോ ആ Y ആൻഡ് X കോമ്പണൻസ് ഒക്കെ ക്യാൻസൽ ആയി പോകും. പിന്നെ നമുക്ക് ബാലൻസ് വരുന്ന എന്താണ്, 4√2 എന്ന് പറയുന്ന Z-ൻ്റെ കോമ്പണൻറ്റ് മാത്രമാണ്. സോ നമുക്ക് അങ്ങനെ വരും, 4√2 ഡിവൈഡഡ് ബൈ 8 AZ എന്നാണ് നമുക്ക് വരും. ഇതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം, 4 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 വരും, √2/2 ആണ്. ഈ 2ഉം ഈ √2ഉം കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും, AZ ഡിവൈഡഡ് ബൈ √2 എന്ന് കിട്ടും. ദിസ് ഈസ് അവർ AR ഫോർ ദിസ് പെർട്ടിക്കുലർ പ്രോബ്ലം. ഓക്കെ, സോ ഈ വാല്യൂ ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ കൊളുംസ് ലോയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് വേണ്ടത്. സോ നമ്മുടെ ഇക്വേഷൻ എന്താണ്, F = Q എന്ന് പറയുന്ന വാല്യൂ നമുക്കറിയാം, ഇറ്റ് ഈസ് 10 നാനോ കൊളുംബ് ആണ്. സോ എന്ത് ചെയ്യുക, 10 × 10⁻⁻⁹ ഹോൾ സ്ക്വയർ ആണ് വരെ, Q² ആണ്, ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു എപ്സിലോണിൻ്റെ വാല്യൂ എന്താ നമുക്കറിയാം, 8.85 × 10⁻⁻⁷
12. ഓക്കെ, ആർ സ്ക്വയർ വരുന്നുണ്ട്. സോ ആർ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് 8 സെൻറ്റിമീറ്റർ ആണ്. സോ 8 ഇൻറ്റു 10⁻⁻², അതിൻ്റെ സ്ക്വയർ ആണ് നമുക്ക് വരിക. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ നമ്മളുടെ എ ആർ എന്ന് പറയുന്ന വാല്യൂം കൂടെ കൊടുക്കണം. വാട്ട് ഈസ് എ ആർ? ദാറ്റ് ഈസ് AZ ഡിവൈഡഡ് ബൈ √2. ഓക്കെ, ഇതെന്ന് പറയുന്നത് എയും ഇയും തമ്മിലുള്ള ഫോഴ്സ് മാത്രമാണ്. നമുക്ക് ഇതുപോലെ തന്നെ എ അല്ലാതെ ബി, സി, ഡി 4 പോയിന്റ് ചാർജുകൾ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്ത് വരും, ഇതിൻ്റെ കൂടെ ഒരു 4ഉം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ ആൻസർ കിട്ടുന്നത് അതാണ് നമ്മളുടെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 3.97 ഇൻറ്റു 10⁻⁻4 AZ. ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് AZ ആണ്. ഇത്രയും ന്യൂട്ടൺ ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു പ്രോബ്ലം നമ്മൾ ഇങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.